നമസ്കാരം. ഭക്തന് എന്താണോ വേണ്ടത്, സർവ ശത്രുക്കളുടെ മേൽ വിജയമാണോ, അല്ലെങ്കിൽ ശത്രുക്കൾ ഇല്ലാത്ത തലത്തിലേക്ക് എത്തുവാനാണോ, അതല്ല ധാന്യങ്ങളുടെ സമൃദ്ധിയാണോ, അതുമല്ല രാജാവിന് തുല്യം ആദരിക്കപ്പെടേണ്ട തലത്തിലേക്ക് ഉയർത്തപ്പെടുവാനാണോ, അതുമല്ല എങ്കിൽ സർവേശ്വരിയായ പരമേശ്വരിയുടെ കൃപാകടാക്ഷത്താൽ സർവ ഐശ്വര്യങ്ങളും അല്പം പോലും ക്ഷയമില്ലാതെ അനന്തമായ രീതിയിൽ അനുഭവിക്കുവാനുള്ള അവസരമാണോ വേണ്ടത്, അതിനനുസരിച്ച് ഈ മന്ത്രത്തെ, ഈ സ്തോത്രത്തെ പ്രയോജനപ്പെടുത്താം. ഇത് ഏതൊരുവനാണോ ഒരു ദിനം ഒരു നേരം ജപിക്കുന്നത്, അവന് സർവവിധമായ പാപത്തിൽ നിന്ന് പരിപൂർണമായ മുക്തി കിട്ടുന്നു. പൂർവജന്മാർജിതമായ പാപമാണല്ലോ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാവിധമായ സങ്കടങ്ങളുടെയും കാരണം. ഒരു ദിനം ഒരു നേരം ഈ മഹത്തായ മന്ത്രം ജപിച്ചാൽ സർവവിധമായ പാപങ്ങളും നമ്മെ വിട്ട് അകലും. ഇനിയും ഒരു ദിനം 2 പ്രാവശ്യം ഇത് ശ്രദ്ധയോടും ഭക്തിയോടും ഏതൊരുവനാണോ ജപിക്കുന്നത്, അവന് ധനവും ധാന്യങ്ങളും ആവോളം ലഭിക്കും. അന്നത്തിനും ഐശ്വര്യത്തിനും ഒരു ബുദ്ധിമുട്ടും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ലത്രേ. ഇനിയും പ്രതിദിനം 3 നേരം ഏതൊരുവനാണോ ഇത് ശ്രദ്ധയോടുകൂടി ജപിക്കുന്നത്, അവന് സർവവിധമായ ശത്രുക്കളിൽ നിന്ന് പരിപൂർണമായ മുക്തി കിട്ടുന്നു, വിജയത്തെ നേടുവാൻ കഴിയുന്നു. എത്ര ശക്തിശാലിയായ ശത്രുവിനും അവനെ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത തലത്തിലേക്ക് സർവേശ്വരിയായ ജഗദംബ അവനെ ഉയർത്തുന്നു. ഏതൊരുവനാണോ നിരന്തരം ഭക്തിയോടുകൂടി ഇത് ജപിക്കുന്നത്, സ്മരിക്കുന്നത്, അവന് ഈശ്വരി പ്രസന്നവതിയായി അനുഗ്രഹത്തെ ആവോളം പ്രദാനം ചെയ്യും എന്ന് പറയും. അപ്പോൾ മന്ത്രം ഏതാണ് എന്ന് കൂടി സൂചിപ്പിക്കാം. ശ്രീ മഹാലക്ഷ്മി അഷ്ടകം ഒട്ടുമിക്ക മിത്രങ്ങൾക്കും പരിചിതങ്ങളാണ്. ഇത് പൂർണ്ണമായി ജപിക്കുവാൻ ഒരു ദിനം ഒരു 10 മിനിറ്റ് കൂടുതൽ എന്തായാലും ആവശ്യമില്ല. അപ്പോൾ ഈ മന്ത്രത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏതൊക്കെ രീതിയിലുള്ള ഐശ്വര്യമാണോ ആവശ്യമായിട്ടുള്ളത് അതനുസരിച്ച് നമ്മൾക്ക് ജപിക്കുവാൻ ഒരു ശ്രമം നടത്താം. ഏതായാലും ദോഷമൊന്നും സംഭവിക്കുകയില്ല എന്നത് പരിപൂർണമായി ഉറപ്പാണ്. അപ്പൊ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരി സർവപാപഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. സർവജ്ഞേ സർവവരതേ സർവദുഷ്ടഭയങ്കരീ സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. സിദ്ധിബുദ്ധിപ്രദേ ദേവി ഭുക്തിമുക്തിപ്രദായിനി മന്ത്രമൂർത്തേ സദാ ദേവി നാരായണി നമോസ്തുതേ. ആദ്യന്തരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി യോഗജേ യോഗസംഭൂതേ മഹാലക്ഷ്മീ നമോസ്തുതേ. സ്ഥൂല സൂക്ഷ്മ മഹാരൗദ്രേ മഹാശക്തി മഹോദരേ മഹാപാപഹരേ ദേവി നാരായണി നമോസ്തുതേ. പദ്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാതർ മഹാലക്ഷ്മി നമോസ്തുതേ. ശ്വേതാംബരധരേ ദേവി മാനാലങ്കാരഭൂഷിതേ ജഗസ്ഥിതേ ജഗന്മാതർ മഹാലക്ഷ്മി നമോസ്തുതേ. മഹാലക്ഷ്മ്യഷ്ടകസ്തോത്രം യപഠേത് ഭക്തിമാന്നര സർവസിദ്ധിമവാപ്നോതി രാജ്യം പ്രാപ്നോതി സർവതാ. ഏകകാലേ പഠേ നിത്യം മഹാപാപവിനാശനം ദിക്കാലം യപ്പടേ നിത്യം ധനധാന്യസമന്വിതം
ത്രികാലം യപ്പഠേ നിത്യം മഹാശത്രുവിനാശനം മഹാലക്ഷ്മീർഭവേ നിത്യം പ്രസന്നാവരതാശുഭ. സർവേശ്വരിയായ പരമേശ്വരിയുടെ ദിവ്യമായ വർണ്ണനകളാണ് ഓരോ മന്ത്രത്തിലും പ്രതിഫലിക്കുന്നത്. ഭക്തനെ പരിപൂർണമായി കടാക്ഷിക്കുന്നവളും ആസുരീയ ശക്തികളുടെ പരിപൂർണമായ നാശത്തിനായി ഉത്ഭവിച്ചവളും സർവ സിദ്ധികളുടെയും ജ്ഞാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദാതാവും, എന്തിന് സമസ്ത ജഗത്തിൻ്റെയും സൃഷ്ടികർത്താവും, സമസ്ത ചരാചരങ്ങളെ ചലിപ്പിക്കുന്നവളും, സമസ്ത പ്രവർത്തനങ്ങൾക്ക് കാരണഭൂതയും, തുടക്കവും ഒടുക്കവും ഇല്ലാത്തവളും, എന്നാൽ സർവത്തിൻ്റെയും തുടക്കത്തിന് കാരണക്കാരിയായി വർത്തിക്കുന്നവളും, സർവ പാപങ്ങളെ നശിപ്പിക്കുന്നവളും, ശ്വേതാംബരധാരിണിയായി വർത്തിക്കുന്നവളും, ഭക്തന്റെ മനസ്സിൽ തെളിയുന്ന രൂപത്തിനനുസരിച്ച് ദർശനം തന്നുകൊണ്ട് ഭക്തനെ നിരന്തരം പരിപാലിക്കുവാനും സർവവിധമായ സങ്കടക്കയത്തിൽ നിന്നും ശത്രുബാധയിൽ നിന്നും കരകയറ്റുവാനും ഒടുക്കം പരിപൂർണമായ മുക്തിയെ പ്രദാനം ചെയ്യുവാനുമായി വർത്തിക്കുന്ന പരമേശ്വരിയായ ജഗന്മാതി, അവിടുത്തെ തൃച്ചേവടികളിൽ അടിയനെ ഞാനിതാ പരിപൂർണമായി സമർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് സർവേശ്വരി, അവിടുത്തെ രക്ഷാകവചത്തിലേക്ക് ഈ ഉള്ളവനെ എത്തിക്കണമേ. അമ്മയുടെ കൃപാകടാക്ഷം ജഗന്മാതി നിരന്തരം അടിയനിലേക്ക് എത്തണമേ എന്ന ഭക്തിയോടുകൂടി ഒരു ദിനം ഒരു 10 മിനിറ്റെങ്കിലും ഇതിന് മാറ്റിവെച്ച് ജപിച്ചാൽ തീർച്ചയായും പ്രയോജനം ലഭിക്കും. പലതിനും അനാവശ്യമായി പല രീതിയിൽ സമയം നമ്മൾ കളയുന്നു. എന്നാൽ ഇത്തരത്തിൽ ആവശ്യമുള്ളതിനൊക്കെ സമയം വ്യയം ചെയ്യുവാൻ വളരെയേറെ ലുബ്ധത നമ്മൾ കാട്ടാറുമുണ്ട്. അതുകൊണ്ട് ഓരോ നിമിഷവും നഷ്ടപ്പെടുകയാണ്. നഷ്ടപ്പെടുന്നതിൽ ഭൂരിഭാഗവും അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന ബോധ്യത്തോടു കൂടി ഒരല്പസമയം ഭുവനേശ്വരിയെ, സർവേശ്വരിയെ സ്മരിക്കൂ. തീർച്ചയായും അമ്മയെ സ്മരിച്ചാൽ ഈ ജന്മത്ത് മാത്രമല്ല അതിൻ്റെ സുഹൃതം, തുടർന്നു വരുന്ന ജന്മങ്ങളിൽ നിരന്തരമായും അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ, ഏവർക്കും നമസ്കാരം. ഹരി ഓം.